solid, liquid and gas. ഖരം, ദ്രാവകം, വാതകം. Objects around us exist commonly in three states, namely solids, liquids and gas. നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. Okay, what is solid? Solid is a state where the objects have definite shape, size and weight. Example, stone, wood, ice, etc. ഖരം എന്നാൽ വ്യക്തമായ ആകൃതിയും വലിപ്പവും ഭാരവും ഉള്ള വസ്തുക്കളാണ്. ഉദാഹരണം കല്ല്, മരം തുടങ്ങിയവ. Next, liquid. Liquid is a state where the objects not have definite shape and size, but it has weight. Example, water, milk, oil, etc. ദ്രാവകം എന്നാൽ കൃത്യമായ ആകൃതിയും വലിപ്പവും ഇല്ലാത്ത വസ്തുക്കളാണ്, എന്നാൽ അവക്ക് ഭാരം ഉണ്ടായിരിക്കും. ഉദാഹരണം വെള്ളം, പാല്, എണ്ണ തുടങ്ങിയവ. Third state of object is gas. Gas is a state of object that is not have definite shapes and size, but it has weight like liquid. Example, air, water vapor, etc. വാതകം എന്നാൽ പ്രത്യേക ആകൃതിയോ വലിപ്പമോ ഇല്ലാത്ത എന്നാൽ ദ്രാവകത്തെ പോലെ ഭാരമുള്ള വസ്തുക്കളാണ്. ഉദാഹരണം വായു, നീരാവി. Listen, what are the properties that differentiate solid from liquids? What similarities do they have? ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഖരവസ്തുക്കൾക്കുള്ളത്? അവ തമ്മിൽ എന്തൊക്കെ സാമ്യങ്ങളുണ്ട്? Okay, write down its similarities and difference. സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തുക.